സ്നേഹപ്പെട്ട എല്ലാവർക്കും പരിചയത്തിലേക്ക് സ്വാഗതം. അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. എന്നാൽ തുടയുടെ ഉളുക്ക് നിമിത്തം അവൻ മുടന്തി നടന്നു. ഉൽപ്പത്തി പുസ്തകം 32-31 വാക്യം. ദൈവവുമായി രാത്രി മുഴുവൻ മൽപ്പിടുത്തം നടത്തിയ ശേഷം യാക്കോബ് സമാനമായ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു. സ്വർഗീയ എതിരാളി യാക്കോബിന് തുടയുടെ തടത്തിൽ ഇടിക്കുകയും അതിൽ തളർന്നുപോയ യാക്കോബ് തോൽവി സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഒരു മുടന്ത് അവശേഷിച്ചു. മാസങ്ങൾക്ക് ശേഷം യാക്കോബ് തൻ്റെ ഇടുപ്പിൽ തലോടിയപ്പോൾ അവൻ എന്തായിരിക്കാം ചിന്തിച്ചതെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. ഈ നിർഭാഗ്യമായ പോരാട്ടത്തിന് നിർബന്ധമായ തൻ്റെ വഞ്ചനയുടെ വശങ്ങളെക്കുറിച്ച് യാക്കോബ് ഖേദിച്ചിരുന്നു. ആരാൾ സമ്മതിക്കുന്നവരെ അവനെ അനുഗ്രഹിപ്പാൻ വിസമ്മതിച്ചുകൊണ്ട് ദൈവദൂതൻ അവനിൽ നിന്ന് സത്യം പുറത്തു കൊണ്ടുവരാൻ പോരാടി. താൻ കുതികാൽ പിടിച്ചവൻ ആണെന്ന് യാക്കോബ് സമ്മതിച്ചു. ഉൽപ്പത്തി 25-26 പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. അവൻ തൻ്റെ സഹോദരൻ ഏശാവിൻ്റെയും അമ്മായപ്പൻ ലാബാൻ്റെയും നേരെ തന്ത്രങ്ങൾ പ്രയോഗിച്ചു. അവിടെ നിന്ന് നേട്ടം കൊയ്യാൻ ശ്രമിച്ചു. സ്വർഗീയ മൽപ്പിടുത്തക്കാരൻ പറഞ്ഞു, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് നിൻ്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. യാക്കോബിൻ്റെ മുടന്ത് അവൻ്റെ പഴയ വഞ്ചന ജീവിതത്തെ, മരണത്തെയും ദൈവത്തോടൊപ്പമുള്ള അവൻ്റെ പുതിയ ജീവിതത്തിൻ്റെ തുടക്കത്തെയും പ്രതിനിധീകരിക്കുന്നു. യാക്കോബിൻ്റെ അവസാനം ഇസ്രായേലിൻ്റെ തുടക്കവും ആയിരുന്നു അത്. അവൻ്റെ തളർച്ച അവനെ ദൈവത്തിൽ ആശ്രയിപ്പാൻ പ്രേരിപ്പിച്ചു. അവൻ അപ്പോൾ ദൈവത്തിലും ദൈവത്തിലൂടെ ശക്തിയിലും മുന്നേറി. നിങ്ങൾക്ക് എന്ത് ആത്മീയ മുറിവുകളാണുള്ളത്? മോശമായ ഒന്നിൻ്റെയും അവസാനത്തെയും പുതിയതിൻ്റെ തുടക്കത്തെയും അവ എങ്ങനെ പ്രതിനിധീകരിക്കുന്നു? പിതാവേ, എൻ്റെ തളർച്ച അങ്ങനെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അദ്ദേഹം നൽകട്ടെ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.